നമുക്ക് ആദ്യ സ്കിറ്റിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും ഒരു പടക്കം സ്കിറ്റ് വേണം. ഒരു പടക്ക സ്കിറ്റുമായിട്ട് വരുന്നുണ്ട്. നമുക്ക് വിളിക്കാം അഭിലാഷ്, രാജിമോൻ ആൻഡ് വിഷ്ണു. കടുകിട്ടു വറുത്തൊരു കടക്കണ്ണ മാടിച്ചെന്നെ കുടുക്കിട്ടു വലിക്കല്ല മിടുക്കിപ്പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ല കൊടുക്കപ്പെണ്ണേ. ഹാത്ത് നീ വണങ്ങിയാലുടനെ അറ്റാക്ക് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക് കരിമ്പിന്റെ രസമുള്ള നീ തന്നെ സുഖത്തിന്റെ സരിഗമ നീ തന്നെ. എന്തിനെ നോക്കുവാണ്? ഇതിൽ നിന്നൊരു ഇത്തിരി പോലും കിട്ടത്തില്ല. ഇന്നലെ ഒരുത്തന്റെ കൈ നിരന്ന് മേടിച്ചതാണ്. എന്ത് പറയാനാന്ന് പറ. എനിക്കൊരു ഭാര്യയുണ്ട്. വെളുപ്പിന് 5 മണിയാകുമ്പോ എഴുന്നേക്കും. ഇവിടെയുള്ള കംപ്ലീറ്റ് ജോലിയും ചെയ്ത് എനിക്കുള്ള ആഹാരം വെച്ച് തന്നിട്ട് അവള് തൊഴിലുറപ്പിന് പണിക്ക് പോകും. രാവിലെ ഒരു ഗ്ലാസ് കടിഞ്ചായ ചോദിച്ച അവള് പറയും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കും. വൈകുന്നേരം അവള് പണി കഴിഞ്ഞ് വന്ന് ആ കടിഞ്ചായ ചൂടാക്കി എന്റെ കൈ തരുമ്പോ രഘു കുടിക്കും. എന്നാലേ രഘു കുടിക്കും. ഇവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നേക്ക് ആരറിയുന്നു? അവക്ക് പണിക്ക് പോയാ മതി. രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വല്ല അറ്റാകാല അത് വേണ്ട, അത് പ്രശ്നമാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാല് ഞാൻ കുടിക്കുന്നോ അല്ലെങ്കിൽ സമയത്ത് വല്ലതും കഴിക്കുന്നോ ആര് തിരക്കാൻ? അവക്ക് പണി പണി പണി. ഞാനുണ്ടല്ലോ, നിങ്ങൾക്കറി ചിരിക്കാൻ പറഞ്ഞല്ല, ഒരു പണിക്കും വേലക്കും പോവാതെ ഈ ബെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങി നോക്കണം. അപ്പൊ അറിയാതിന്റെ കഷ്ടപ്പാട്. അയ്യോ, ചില ദിവസം ഉണ്ടല്ലോ 10 മണി കഴിഞ്ഞാൽ ഈ ബെഞ്ചിനകത്ത് വെയിലടിക്കും. ഈ ബെഞ്ചിൽ കയറി കിടന്ന ബെഞ്ച് വരെ എന്നോട് ചൂടാവും, അറിയാവോ? ഒരു ദിവസം കിടന്ന് ഞാൻ ഈ ബെഞ്ച് ഒട്ടിപ്പോയി. അവസാനം മഴയത്ത് അവള് കൊണ്ടിട്ട് എന്റെ പൊളിച്ചെടുക്കുക. തൽക്കാലം ഇപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അകത്ത് കയറി പോയി ചോറെടുത്ത് പാത്രത്തിലിട്ട് എപ്പ കഴിക്കാൻ ഒരു പിടുത്തവുമില്ല. നമ്മുടെ വിധിയോ വിധി. പാവപ്പെട്ടവർക്ക് ദൈവം തന്നെ തുണ. അല്ല ഇപ്പൊ എന്തോന്ന് പറയാം. അരവില്ല. അടിച്ചിട്ട് ഇയാളെ വീട്ടിലും പോയി. വീട്ടിൽ പോയില്ല, ഇവിടെ നിപ്പുണ്ടായിരുന്നു. എന്താണ് അത്? ശരി, രാവിലെ വീട്ടിൽ കയറി വന്ന് മനുഷ്യൻ ആരെങ്കിലും കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് മേടിച്ച സാധനം എടുത്തടിച്ച് എന്റെ ചെവിക്കലും അടിച്ച് പൊട്ടിച്ചേക്കുന്നു. ഇവിടെ സാധനം മാത്രം ഒഴിച്ചു വെച്ചാൽ മതിയോ? ടച്ചിങ്സ് ആര് കൊണ്ടുവെക്കോടാ? നിന്റെ ചെവിക്കല്ലിട്ട് വന്നത് അന്നപ്പോ ടച്ചിങ്സുമായി എന്റെ നാക്കയിലെ ഗുരുവിരിപ്പും മാറി. അങ്ങനാണെങ്കിൽ അമ്മാവനെന്ന് നോക്കത്തില്ല, ഞാനും വെച്ച് തന്നേനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തുവാ നിന്റെ പ്ലാൻ? മനസ്സിലായില്ല. മനസ്സിലായില്ലെന്ന്. നിന്റെ അമ്മാവനാടാ ചോദിക്കുന്നത് എന്തുവാ നിന്റെ പ്ലാൻ? കാലാകാലങ്ങളായിട്ടുള്ള ആചാരമാണ്. ഏത് മരുമക്കളെ കണ്ടാലും അമ്മാവന്മാര് വന്ന് ചോദിക്കും എന്താ നിന്റെ പ്ലാൻ എന്ന്. എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഞാൻ തിരിച്ചു ചോദിക്കുവാണ്. ഈ ചോദ്യം എന്നോട് ചോദിക്കാം, അമ്മാവൻ എന്താണ് ഉദ്ദേശം? എന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമാ. അതാണ്ടാ ഞാൻ ചോദിക്കുന്നത്, നീ എപ്പ അടക്കും? ഇവനോടെ വന്ന് നിന്നിട്ട് എന്നോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? സമയമാകുമ്പോഴല്ലേ എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുവാടാ? അമ്മാവന്റെ അടക്കം. പിന്നെ എടാ, നീ എന്നെ ജാമ്യം നിർത്തി ഈ വീടിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തില്ലയോ? അതൊക്കെ എടുത്തായിരുന്നോ? അതിന്റെ എത്ര അടവ് അടച്ചാ നീ? ഒരടവെങ്കിലും അടച്ചാലല്ലേ ഏതെങ്കിലും ഒരു അടവ് അടച്ചോന്ന് ഓർക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്ത് പറയാനാ? എന്റെ ദൈവം തമ്പുരാന് ഒരടവ് പോലും അടച്ചില്ലയോ? ഇല്ല. ചുമ്മാ അല്ലടാ, 150 നോട്ടീസ് എനിക്ക് ബാങ്കിൽ നിന്ന് അയച്ചടാ. 150 നോട്ടീസ് അമ്മാവന് ബാങ്കിൽ നിന്ന് അയച്ചാ? എന്ത് വൃത്തികെട്ട ബാങ്കാണത്? 150 നോട്ടീസ് അയക്കുന്ന കാശുണ്ടായിരുന്നെങ്കിൽ അവന്മാർ എനിക്ക് വേണ്ടി ഒരടവെങ്കിലും അടക്കാൻ വയ്യ. നീ എന്തുവാടാ പറയുന്നത്? നീ നിന്നെ പെണ്ണും പിള്ളേം വഴിയാധാരമാവുമെന്ന്. അങ്ങനാണ് അവളെയും പിടിച്ചോണ്ട് ഞാൻ അന്തസ്സായിട്ട് ആ വഴി പോയി നിൽക്കും. എന്തോ ആധാരം കിട്ടുമെന്ന് പറഞ്ഞ വഴി. എന്റെ തമ്പുരാനെ, ഞാൻ അതല്ലടാ പറഞ്ഞത്. ഈ വീട് അവര് ജപ്തി ചെയ്യുമെന്ന്. ഈ വീട് ജപ്തി ചെയ്യുമെന്ന്? അത്രക്ക് ദാരിദ്ര്യം പിടിച്ച ഒരു ബാങ്കും കേരളത്തിൽ
ഈ വീടെങ്ങാനും ആ ബാങ്കുകാർ ജപ്തി ചെയ്ത ആ ബാങ്കിന്റെ മാർക്കറ്റ് അപ്പയിടിയും. എടാ രഘുവേ, ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം. ഈ വീട് അവര് ജപ്തി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജാമ്യം നിന്ന് എന്റെ തറവാട് അവര് ജപ്തി ചെയ്തോട്ട് പോകും. അതിന് അങ്ങനെങ്ങാണ് സംഭവിച്ച ദൈവത്തിനാണ് സത്യം രഘുവേ, ഈ വീടിന്റെ ഉത്തരത്തെ ഞാൻ തൂങ്ങും. ഉമ്മാതെ ചിരിപ്പിക്കാതെ പോവാ. ഉത്തരവൊക്കെ ദ്രവിച്ചു പോയിട്ട് വർഷങ്ങളായി. ഉത്തരത്തെ കയറി തൂങ്ങുവന്ന് ഈ വീടിന് പട്ടിയൽ പോലും ഇല്ല, അറിയാവാ? പിന്നെ ചെതൽപുറ്റിന്റെ ബലത്തിലാണ് ഓടി നിൽക്കുന്നത്. എടാ നീ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് എനിക്ക് എന്തെല്ലാം പരിപാടികൾ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? എനിക്ക് അന്ന് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് പോണമായിരുന്നു, കൃഷി ഓഫീസിൽ പോണമായിരുന്നു, കറണ്ട് ബില്ല് അടയ്ക്കാൻ പോണമായിരുന്നു, പിന്നെ എന്റെ പെൻഷന്റെ കാര്യത്തിന് പോണമായിരുന്നു. ഇന്നിവിടെ ജപ്തി നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നതാടാ, നിനക്കറിയാമോടാ? അപ്പൊ ആൾക്കാർ പറയുന്ന പോലെ ഒന്നുമല്ല, അമ്മാവനോട് സ്നേഹമുണ്ട്. ഒരാപത്ത് എനിക്ക് വരുന്നു അറിഞ്ഞപ്പോ എന്തായാലും തിരക്കാനെങ്കിലും വന്നല്ല. രേഖമുണ്ടായിട്ടൊന്നുമല്ല, ഈ ജപ്തി എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ എന്റെ പുഴ കാണാൻ വേണ്ടി കയറി വന്നാണ്. വരുമോ? ആ മണിയന്റെ ആട് പ്രസവിച്ചു. നാളെ ചെന്ന് കഴിഞ്ഞാൽ അവനോട് കുറച്ച് പാല് കടം ചോദിക്കാം. അതിനാരിവിടുന്ന് അവിടം വരെ പോകുമെന്ന് ആലോചിക്കുമ്പോഴാ ഏറ്റവും വലിയ ഭ്രാന്ത് പിടിക്കും. എന്താണ് എനിക്ക് വയ്യണ്ണ. എന്നാ പിന്നെ വണ്ടി പിടിച്ച് ഏതെങ്കിലും ആശുപത്രിയിലോട്ട് പോകാമായിരുന്നു. എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതല്ലെന്ന് അണ്ണാ, ഞാനവിടെ പോയ തൊഴിലുറപ്പിന്റെ പണിക്ക് നിൽക്കുമായിരുന്നു. പണിക്ക് നിന്നപ്പോ രഘുവിന്റെ പെണ്ണിനെ കയറി പിടിച്ച് ഏത് റേഞ്ചർ സ്ഥായി ഇറങ്ങി വേണം വെട്ടി അവന്റെ കൈ. ആരും പിടിച്ചൊന്നുമില്ല. അമ്മാവനപ്പോ ഒന്ന് ഞാൻ കുറച്ചേ മക്കളെ വന്നിട്ട് വന്നു. അയ്യോ ചേട്ടാ, ഞാനവിടെ പണിക്ക് നിന്നപ്പോഴേ ദൂരേന്ന് ഒരു ഘോഷയാത്ര വരുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് എന്ന് മതിലിൽ അവിടെ ചെന്ന് ഇങ്ങനെ കൈയും വെച്ച് ഘോഷയാത്ര കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഏത് അമ്പലത്തിലെ ഘോഷയാത്രയാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയുക, ഇത് അമ്പലത്തിലെ ഘോഷയാത്രയല്ല, രഘുവിന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയാന്ന്. രഘുവിന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വരുവാന്ന് നശിപ്പിച്ചല്ലോ. അവന്മാർ ഏതെങ്കിലും ലോക്കൽ ടീമിനായിരിക്കും ചെണ്ടമേളം കൊടുത്തത്. നല്ല ടീമിന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ചെണ്ടമേളം കൊടുത്തത്. ഇതിപ്പോ നാണക്കേട് എനിക്കാണല്ലോ. ഇവിടുന്ന് ആരെഴുന്നേപ്പിക്കാൻ എന്നെ? എഴുന്നേക്കാരും അങ്ങോട്ട് ഞാൻ ഒടുക്കത്തെ ഈ മടി കാരണമാണ് ഈ വീടിക്ക് നിൽക്കുന്നത്. ആരാ ഈ ജപ്തി ഇപ്പൊ വന്ന് കയറി അറിയാമോ? വേണ്ടേ അമ്മാവ് ഇത് കേൾക്കണം. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ആണുങ്ങൾ പണിക്ക് പോകുന്നു. അവര് പണിക്ക് പോയിട്ട് അവരുടെ വീട് നോക്കുന്നു, അറിയാമോ? സുധാകരൻ പണിക്ക് പോയിട്ട് അവന്റെ വീട് നോക്കുന്നു. അതേപോലെ ബിജു പണിക്ക് പോയിട്ട് അവന്റെ വീട് നോക്കും. ഞാൻ എന്തോ ചെയ്യുന്നു? അറച്ചില് കേട്ടാ തോന്നും അവന്മാരേണ്ട്. ഈ സുധാകരൻ എന്ന് പറഞ്ഞവൻ രാവിലെ ഇറങ്ങിപ്പോവും പണിക്കെന്നും പറഞ്ഞു, എന്നിട്ട് വൈകുന്നേരമാണ് കയറി വരുന്നത്. ബിജുവൻ രാവിലെ ഇറങ്ങിപ്പോവും പണിക്ക്, എന്നിട്ട് വൈകുന്നേരമാണ് കയറി വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇവന്മാർക്ക് എപ്പോഴാണ് വീട് നോക്കാൻ സമയം? 22 വർഷമായിട്ട് ഈ ബെഞ്ചായി ഇരുന്ന് വീട് നോക്കുന്നത് ഞാനാണ്. അപ്പൊ എനിക്കൊരു വിലയില്ലടി. ചുമ്മാ ഇരുന്ന് കണ്ണു തള്ളി നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, വീട്ടിൽ അധ്വാനിച്ച് ജീവിക്കുന്ന കാര്യമായി പറഞ്ഞത്. എങ്ങനെ പറഞ്ഞാ മനസ്സിലാവാനാണ് ഇവനോട്? ഇവൻ പണ്ടേ ഇങ്ങനെ ഇവന് രേഖ വേണമെങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞാണ് ഞാനൊരു കാര്യം ചെയ്തു കൊടുത്തു. ഞാൻ കുറച്ച് തേനീച്ചയെ കൊണ്ട് കൊടുത്തു. അങ്ങനെ ആ തേൻ വിറ്റെങ്കിലും ജീവിക്കട്ടെന്ന് പറഞ്ഞു. എന്തിയാടാ തേനീച്ച? എല്ലാം നീ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേടാ? അയ്യോ, പറച്ചില് കേട്ടാ തോന്നി ഇതുപോലൊരു അമ്മാവൻ മറ്റാർക്കും ഇല്ലെന്ന്. ഇയാള് തേനീച്ച അല്ല എനിക്ക് കൊണ്ടു തന്നത്, ഏതോ മണിയനീച്ചയെ പോയി പിടിച്ചോണ്ട് ശർക്കര പാനിലിട്ട് മുക്കിക്കൊണ്ട് തരുവായിരുന്നു. തേനീച്ചയാന്ന് പറഞ്ഞു എന്നെ കൊണ്ട് തെരുവറിയിപ്പിക്കരുത്. അമ്മാവനാന്ന് ഞാൻ നോക്കത്തില്ല കേട്ടാ. അമ്മാവാ, നമ്മുടെ ഇല്ല പടിഞ്ഞാറ്റ വീട്ടില് സുരേഷ് ഉണ്ടല്ലോ, ആ ചെറുക്കൻ ഡെയിലി പണിക്ക് പോയിക്കൊണ്ടിരുന്ന നല്ല ചെറുക്കനായിരുന്നു. ചെറുക്കൻ ഒരു ദിവസം ഒരു ഓപ്പറേഷന്റെ ആവശ്യം വന്നു. അയ്യോ, അങ്ങനെ വന്നപ്പോ ആ കുഞ്ഞിന് ബ്ലഡ് വേണമായിരുന്നു. അങ്ങനെ ഇങ്ങാറ ചോരയാ കൊടുത്തത്. ആ ചോര കൊടുത്തതിന് ശേഷം ആ ചെറുക്കൻ പെരക്കകത്തുനിന്ന് വെളിയിറങ്ങിയിട്ടില്ല. മടി പിടിച്ച് അന്നേരം തൊട്ടുള്ളത് ഇരിപ്പാണ്ടോ ചോരയ്ക്ക് വരെ മടിയാ. എടി, എന്റെ ചോരക്ക് മടിയുള്ളതുകൊണ്ട് ഒരു കൊതുകുതിരി പോലും ഇല്ലാതെ ഇവളിവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന അറിയാമോ? എന്നെ കുത്തിയിട്ട് പോകുന്ന ഒരു കൊതുകും പിറ്റേ ദിവസം ഇവിടെ വരുത്തില്ല. എവിടെയോ മടി പിടിച്ചിരിക്കാണ് പാവത്തിൽ. എന്നിട്ടോടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവര് ജപ്തി ചെയ്യുമ്പോൾ ഈ വീട് പൂട്ടിയിട്ട് പോയാ നമ്മൾ എങ്ങോട്ട് പോകും? എങ്ങനെ പെരക്കകത്ത് കയറും? എന്റെ പൊന്ന് സ്നേഹലതേ, അതിന് നീ ഇങ്ങനെ വിഷമിക്കണ്ട. വീടവന്മാര് പൂട്ടിയിട്ട് പോയാൽ ഈ പെരക്കകത്ത് തന്നെ നമ്മൾ താമസിക്കും. വീടിന്റെ പുറകെ 4 ഹോളുണ്ട്. ഏതെങ്കിലും ഒരു ഹോള് വഴി നമ്മൾ നുഴഞ്ഞു കയറി ഈ പെരെ തന്നെ നമ്മൾ താമസിക്കും. സ്നേഹലതേ കണ്ടോ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടോ? നിനക്ക് പ്രാന്താന്നോടാ? ബാങ്കുകാർ വന്ന് ഇതിന്റെ സാധനങ്ങളെല്ലാം മൊത്തം അകത്തും വലിച്ചിട്ട് താഴെ ഇട്ട് നാണം കേടാന്നായി കൊച്ചു പറഞ്ഞത്. അങ്ങനാണെ ബാങ്കുകാർ നാണം കെട്ടി ഇവിടെ നിന്ന് കറങ്ങത്തേ ഉള്ളൂ. അകത്തെന്തെങ്കിലും വേണ്ട എടുത്ത് പുറത്തോട്ട് ഇടാനായിട്ട്. എടാ രഘു, ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഈ ജപ്തി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് നിനക്കറിയാവോ? അകത്തുള്ള സാധനങ്ങൾ വാരി പുറത്തിടുന്നതാണ് ഈ ജപ്തി.
അപ്പൊ ജപ്തി കണ്ടുപിടിച്ചത് സൂപ്പർമാൻ ആയിരിക്കും. അതാരാ? അകത്തിടുന്ന ജെട്ടി പുള്ളി പുറത്തിട്ടോണ്ടാണ് നടക്കുന്നത്. എന്റെ അമ്മാവന് വേറെ പണിയൊന്നുമില്ല ഞാനോട് സംസാരിക്കും. ഞാൻ ഡെയിലി 1000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഞാൻ ഒരുത്തന്നെ കാലും കൈയും പിടിച്ച് ഇങ്ങോട്ട് മേടിച്ചു കൊടുത്ത. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് തരുന്നത് എന്തോന്നറിയോ? 200 കുണുവ എനിക്ക് കൊണ്ട് തരുന്നത്. 200 രൂപയോ? ബാക്കി പൈസ എന്താ കാണിച്ചോടാ നീ? 1000 രൂപക്കൊക്കെ ഈ സമയത്ത് ആരെങ്കിലും പണിക്ക് പോകും? നിങ്ങൾ പറ. അതുകൊണ്ട് ഞാൻ ഒരു ബംഗാളിയെ പണിക്ക് നിർത്തി. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ അവൻ 800 രൂപ ഞാൻ കൊടുത്തു. 200 രൂപ പണി അനങ്ങാതെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അറിയാവാ? കണ്ടോ പറയുന്നത് കണ്ടോ? ഞാൻ എങ്ങോട്ട് പോകാൻ ഇങ്ങനെ വിളിച്ചോണ്ട് ഞാൻ എങ്ങോട്ട് പോകാം? എന്റെ മക്കളെ നീ വിഷമിക്കണ്ട, ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. പരിഹാരമായി ശരിയാക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യും, എന്നെ വിളിച്ചോണ്ട് എന്റെ തറവാട്ടി വന്ന് താമസിച്ചിട്ട് ഇനിയിപ്പോ അതേ മാർഗമേ ഉള്ളൂ. കരയണ്ട, ഓട്ടപ്പാട്ടി കണ്ണു തുറന്ന് നോക്ക്. കണ്ടോ എന്തൊരു സ്നേഹം! ദൈവത്തിന്റെ സ്ഥാനം ഇപ്പൊ അങ്ങേർക്ക്. കണ്ടോ ആരുമില്ലാത്തവർക്ക് ദൈവം കാണുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കണ്ടോ ഇത്? നിനക്ക് ഭ്രാന്താണ്. സർക്കാരിന്റെ സ്ഥലത്ത് ഒരു വലിയ മൂവാണ്ട മാവ് നിപ്പുണ്ട്. അതിന്റെ മേളിൽ ഏറുമാടം കെട്ടി താമസിക്കുവാണ് നീ പറഞ്ഞ ഈ ദൈവം. ഇയാളുടെ സ്ഥിരം പരിപാടി എന്തുവാന്നറിയാവാ? ഏറുമാടത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു കാക്കക്കൂടുണ്ട്. ആ കാക്കയുമായിട്ട് വഴക്കുള്ള ജോലിയാണ് ഇയാൾ. ഇവന്റെ ഈ സ്വഭാവത്തിന് എന്തായാലും ഇവിടെ ജപ്പുതി ഉറപ്പാ. ജപ്പുതിക്കാർ ഇവിടെ ചെണ്ടാൻ കൊട്ടി വരുന്ന പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ കയ്യും കാലും കെട്ടി വിടണം, അല്ലെങ്കിൽ എന്നെ തനിക്കൊരവന്മാരറിയും. കേട്ടോ എന്തേ? അമ്മാവൻ പറഞ്ഞു കേട്ടോ? എന്ത്? അമ്മാവന്റെ കയ്യും കാലും കെട്ടിയിരുന്നത് ബാങ്കുകാർ വരുമ്പോണ്ടല്ലോ അവരെ അടിക്കാൻ വേണ്ടി അമ്മാവൻ തയ്യാറായിട്ട് നിൽക്കുവാന്നാ പറഞ്ഞത്. അർത്ഥം മനസ്സിലായോ? എടീ നിനക്ക് തലക്ക് ഭ്രാന്താണ്. ചെണ്ടയും കൊട്ടി ബാങ്കുകാർ വന്ന അപ്പയാള് മയിലാട്ടമാണ്. അതുകൊണ്ടാണ് കയ്യും കാലും കെട്ടിയിടാൻ പറയുന്നത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പക്ഷേ എനിക്ക് ചെണ്ട കൊട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോ ജപ്പുതിയാണെന്നോ ഉത്സവമാണെന്നോ ഞാൻ തൊള്ളത്തില്ല, ഞാൻ തുള്ളും. അമ്മ ഈ ജപ്തി എങ്ങനെയാന്ന് ഒഴിവാക്കുന്ന അമ്മാനൊന്ന് സഹായിക്കും എങ്ങനെങ്കിലും. എന്റെ മക്കളെ ഇപ്പൊ ഞാനിപ്പോ എന്തോ ആലോചിച്ചിട്ട് എടി കുഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പം എവിടുന്നേലും കുറച്ച് പൈസ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ജപ്തി ഞാൻ ഒഴിവാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ പിന്നെ ഞാൻ പൈസ കൊടുക്കാം കുറച്ച്. എന്റെ മക്കളെ നീ എവിടെ എടുത്തോണ്ട് കൊടുക്കും? ഈ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പൈസ കൊണ്ട് ജപ്തി അങ്ങനെ ഇതൊക്കെ മാറ്റാനും പൈസ ഒക്കെ അടയ്ക്കാൻ നിന്റെ കാണുമണി കുഞ്ഞെ. സ്നേഹലതേ, നീ എങ്ങനെ കാശ് കൊടുക്കും സ്നേഹലതേ? ഞാൻ രണ്ടും കൽപ്പിച്ച് അറ്റ കൈ അങ്ങ് ചെയ്യാൻ പോവാ. എന്ത്? കിഡ്നി കൊടുത്ത് പൈസ മേടിക്കാൻ പോവാ. സ്നേഹലതേ, അയ്യോ 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 ഞാൻ ഒരാള് കാരണമാണല്ലോ ഭഗവാനെ ഇങ്ങനെ കേട്ടോ. ഈ വീടിന്റെ കളം തീർക്കാൻ അവിടെ കിഡ്നി കൊടുക്കാൻ പോണത്. അയ്യോ ആരുടെ കിഡ്നി കൊടുക്കാൻ പോകുന്നത്? എന്റെയോ? നിങ്ങളുടെ കിഡ്നി കൊടുക്കുന്ന കാര്യമായി പറഞ്ഞത്. എന്റെ കിഡ്നിയാ? ഒരു പണിക്കും വേലയ്ക്കും പോകാതെ പെരക്കാത്തി കയറിയിരിക്കാൻ നിങ്ങളുടെ കിഡ്നി കൊടുക്കാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യണമെന്ന് പറയുന്നത്? അപ്പൊ ഒരു കിഡ്നിക്ക് വരെ ഞാൻ മാങ്ങാണ്ടിയും കെട്ടിത്തൂക്കിട്ട് നടക്കുവാണ്. മാങ്ങാണ്ടിയോ തേങ്ങാണ്ടിയോ എന്താ വെച്ചാൽ നിങ്ങൾ കെട്ടിത്തൂക്കിട്ട് നടക്ക്. നിങ്ങളുടെ കിഡ്നി കൊടുക്കുന്നു പറഞ്ഞാൽ കൊടുക്കും. എന്താ അമ്മാവ? നീ നന്നാവുകയല്ലടാ. അഭിലാഷ്, രാജ്മോഹൻ, വിഷ്ണു അടിപൊളിയായിരുന്നു. നല്ല സൂപ്പറായിട്ട് നിങ്ങൾ കളിച്ചെന്നുള്ളതാണ്. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. ഇനി നമുക്ക് സ്കിറ്റിന്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങളിലേക്ക് പോകാം. ബിജുക്കുട്ട. അഭിലാഷ, രാജ്മോഹനെ, വിഷ്ണു നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടമായത്. നല്ല തമാശ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം മുതലേ നല്ല തമാശ ഉണ്ട്. എനിക്ക് തോന്നുന്നു രാജ്മോഹൻ്റെ സ്വന്തം സെൽഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഈ വീടും ഈ വൈഫും അമ്മാവൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ ചുറ്റുപാടും വീടുകളും എന്താണ് പ്രാരാബ്ദം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തിനെയും കൂടി ആ ഒരു പറച്ചിലുണ്ടായിരുന്നു. അത് ഗംഭീര സാധനമായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, പണിയെടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ പണിയെടുക്കാത്ത ആളും മടിയനായിട്ടുള്ള ആളെയും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പണിയെടുക്കുന്ന ആളെ താഴ്ത്തി പറഞ്ഞുകൊണ്ടുള്ള ആ കോമഡി അത് കിടിലനായിരുന്നു. അത് ഭയങ്കര രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം, കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഒരു പെഗ്ഗെടുത്ത് അടിച്ചിട്ട്
ഇതിനകത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഇതാര് ഒന്ന് ആലോചിക്കുക. സ്വന്തം ഭക്ഷണം കഴിക്കാൻ പോലും പുള്ളിക്കാരൻ എടുത്ത് കഴിക്കൂല. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഭിലാഷ് വന്നതിന് ശേഷമുള്ള മാമൻ്റെ സാധനം അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ നല്ലായിരുന്നു. പിന്നെ വിഷ്ണു കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല റൂട്ടായിട്ടാണ്. എനിക്ക് ചെറിയൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് പെട്ടെന്ന് അങ്ങ് നിന്നുപോയ പോലെ തോന്നിയിരുന്നു. പിന്നെ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നിങ്ങളുടെ പഴയ തമാശ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കൗണ്ടറിൻ്റെ കുറവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സാധനം ശരിക്കൊന്ന് തുടച്ച് മിനുക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് പളപള മിന്നുന്ന ഒരു കിടില സാധനമായിട്ടാണ് ആയത്. കാരണം അത് ഭയങ്കര രസമാണ്. കാരണം ആ വീടും ആ നമ്മുടെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും പിന്നെ ഈ ക്യാരക്ടേഴ്സും കൂടി വന്ന് നിന്നപ്പോൾ പിന്നെ നമുക്കങ്ങോട്ട് ഭയങ്കര ഇൻട്രസ്റ്റായി കാണാനായിട്ട്. അതാണ് പെട്ടെന്ന് നിന്ന് പോയതും പിന്നെ അങ്ങനെ തോന്നിയതും. പിന്നെ ലാസ്റ്റ് കുറച്ച് സ്ഥലത്ത് കുറച്ച് പൊടിക്കോല കൗണ്ടറുകളും ചേർത്ത് കഴിഞ്ഞാൽ ഗംഭീരമായേനെ. ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുമെന്നറിയാം. അപ്പം 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. പല സബ്ജക്റ്റുകളിലും നമ്മൾ റിസർച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഒരാളുടെ മടിയെക്കുറിച്ച് ഇത്രയും റിസർച്ച് ചെയ്തേക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെയും മടിയെ പിടിക്കാമോ എന്ന് നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ല. അത്രയും മടിയൻ. നമ്മൾ കേട്ട് കഴിഞ്ഞപ്പം ശരിക്കും മടി പിടിച്ചിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ നമുക്ക് തോന്നി. ആ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരണം എന്നുള്ളതാണ്. അതെന്തോരം കഷ്ടപ്പാടാണ്. കിടന്ന വല്ല ഉറങ്ങൽ, ചായ ഉണ്ടാക്കൽ, അത് ചൂടാക്കി കുടിക്കൽ, അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഗംഭീര സ്ക്രിപ്റ്റ് വർക്കാണ് കേട്ടോ എൻ്റെ. അതുപോലെ തന്നെ അതേപോലെ ആ ഒരു വീട്, ആ വീടിൻ്റെ അകം മുഴുവൻ നമുക്ക് കണ്ണിൽ നമ്മുടെ കാണാം. ആ വീട് എടുത്തുകൊണ്ട് പോയാൽ ആർക്കാണ് മോശം? ബാങ്കുകാർക്കാണ് മോശം എന്ന് പറയുന്ന ആ സാധനം. അങ്ങനെ കുറേ സാധനങ്ങൾ. എനിക്ക് ചിരി വന്ന മറ്റൊന്നുമില്ല, എന്നെ കൊതുക് കടിച്ചിട്ട് പോയി ആ കൊതുകിന് വരെ മടി വരുമെന്ന് പറയുന്നത്. അത്രയും നിങ്ങളതിനകത്ത് എങ്ങനെയൊക്കെ ഒരാളുടെ മടി വരാമോ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരാളുടെ മടി ഏത് അറ്റം വരെ പോകാമെന്നുള്ള രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അവസാനത്തിൻ്റെ ഈ ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ക്ലൈമാക്സിൻ്റെ ഒരു പവറില്ലായ്മയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത്. അടുത്ത പ്രാവശ്യം ഇതിനും ഗംഭീരമായ സ്ക്രിപ്റ്റുമായിട്ട് വരിക കേട്ടോ. പ്രചോദേ. അഭിലാഷേ, രാജിമോൻ, വിഷ്ണു, ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കണ്ടിരിക്കാൻ. നിങ്ങൾ വളരെ മനോഹരമായിട്ട് കളിച്ചു എന്നുള്ളതാണ്. രാജിമോനെ, ഒന്നാമത്തെ കാര്യം, രാജിമോൻ്റെ ടോൺ കേൾക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് ചിരി വരും. അത് ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്തു. അത് തന്നെയല്ല, നിങ്ങളൊരു ഇൻട്രോ പറഞ്ഞു. അതായത് ഒരു മടിയൻ്റെ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞ് ഇത്ര മനോഹരമായ ഇൻട്രോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതായത് എന്താണെന്ന് മടി എന്നുള്ളത്. എൻ്റെ ഭാര്യ രാവിലെ തൊഴിലുറപ്പിന് പോകും എന്നൊക്കെ പറഞ്ഞ് പിന്നെയാണ് രാജമോൻ്റെ മടി എന്താണെന്നുള്ള സംഭവം വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ തൊട്ടുള്ള സാധനങ്ങൾ, അമ്മാവനാണെങ്കിൽ മയിലാട്ടത്തിൻ്റെ ആളാണ് ഈ ഇവർ. അത് നമുക്ക് മനസ്സിലായില്ല. വന്ന് ഉറഞ്ഞ് കലിതുള്ളി നിൽക്കുകയാണ്, അമ്മാവൻ കൈ കെട്ടിയിടുന്നതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അഭിലാഷ് തുള്ളുന്നത്. പക്ഷേ അഭിലാഷിൻ്റെ തുള്ളലൊക്കെ ഇച്ചിരി ഓവറാക്കി കളിക്കാമായിരുന്നു. അത് കളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കിട്ടിയേനെ. വിഷ്ണുവിൻ്റെ പോർഷനൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു. ഭയങ്കര ലൈഫായിരുന്നു നിങ്ങളുടെ കളി കേട്ടോ. പിന്നെ നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളായി മാറി എന്നുള്ളതാണ്. അതിന് രസമുണ്ട് എല്ലാം നിങ്ങൾ ചെയ്യുന്നതിനകത്ത്. പിന്നെ ഈ കൗണ്ടറുകൾ കുറവാണ്, വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ പോവുക, അടിപൊളിയായിട്ട് നല്ല സ്കിറ്റുകളായിട്ട് വരിക. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. മാർക്ക് കൊടുക്കാം. ഞാൻ കൊടുക്കാം. ഞാനൊരു 10,000 രൂപ. 10,000. ഓക്കെ. അപ്പം ഞാനും കുറയ്ക്കുന്നില്ല. ഞാനും ഒരു 10,000 രൂപ തരികയാണ്. പിന്നെ പ്രസാദ്. അയ്യോ, ഞാൻ അവിടെ തരാം. ടോട്ടൽ 20,000 രൂപയാണ്. അതിനായിരുന്നു കേട്ടപ്പം ഞെട്ടി. കുഴപ്പമില്ലാത്തൊരു മാർക്കാണ് കേട്ടോ. കുറച്ചുകൂടെ നിങ്ങൾ നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആ എമൗണ്ട് കൂട്ടിയെടുക്കാമായിരുന്നു. എല്ലാം അടുത്ത പ്രാവശ്യം അല്ലേ? അവർക്ക് തീർച്ചയായിട്ടും അറിയാം. അവർക്ക് കാൽക്കുലേഷൻ ഉണ്ട്, അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. 3 പേർക്കും അഭിലാഷ്, രാജിമോൻ ആൻഡ് വിഷ്ണു, ഓൾ ദി ബെസ്റ്റ്. ബിജുക്കുട്ട ബസേട്ടാ, അടുത്ത് നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് ഒരു വൈറലായ ഒരാളെയാണ്. എന്താണ് അത്? കിടിലം ഒരു പാട്ടാണ്. കിടിലൊരു പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന അതിമനോഹരമായ പാട്ടാണ്. എന്തായാലും വൈറൽ പാട്ട് ഏതാണെന്ന് നമുക്ക് ആദ്യം സ്ക്രീനിലൊന്ന് കാണാം. ഓക്കെ. ഇത് ഐറ്റം വേറയിലേക്ക് സ്വാഗതം ചെയ്യാം ഏഞ്ചൽ ജോയ്.
ദേവനാഗങ്ങളെ ഞങ്ങളൊരു കീടാൻ നൂറും പാലും തേനും നിങ്ങളെഴുന്നള്ളി കളമേരിക്കാൻ കളങ്കന്നൂർ സന്തോഷ മായെങ്കിൽ വന്നാടി പൂജ കൈക്കൊള്ളുക നാഗങ്ങളെ ഞങ്ങളൊരു കീടാൻ നൂറും പാലും തേനും നിങ്ങളെഴുന്നള്ളി കളമേരിക്കാൻ കളങ്കന്നൂർ സന്തോഷ മായെങ്കിൽ വന്നാടി പൂജ കൈക്കൊള്ളുക നാഗങ്ങളെ പൂജയിലടിയനു പിഴവു വന്നാൽ നൂറ്റൊന്നു കളം പാട്ടും പൂജയും തരാം പൂജയിലടിയനു പിഴവു വന്നാൽ നൂറ്റൊന്നു കളം പാട്ടും പൂജയും തരാം മുമ്പില് കയ്യും കുത്തി മുടിയൂലക്കേ വട്ടമിട്ടാട് നാഗെ കളമതിങ്കൾ മുമ്പില് കയ്യും കുത്തി മുടിയൂലക്കേ വട്ടമിട്ടാട് നാഗെ കളമതിങ്കൾ ആട് നാഗെ ആട് നാഗെ ആടാട് നാഗെ ആടി നീ വായു എൻ്റെ കളമതിങ്കൾ ആട് നാഗെ ആട് നാഗെ ആടാട് നാഗെ ആടി നീ വായു എൻ്റെ കളമതിങ്കൾ ഒമ്പതു തലവാഴും നാഗരാജാവേ ഒമ്പതു തലവാഴും നാഗരാജാവേ കളമതിങ്കൾ നാട് നാഗരാജാവേ ആടാട് ആട് നാഗേ ആടിൻ്റെ നാഗേ 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 ഇടമൊന്നു തിരിഞ്ഞാട് വലമൊന്നു തിരിഞ്ഞാട് വട്ടമിട്ടാട് നാഗേ ആടിൻ്റെ നാഗേ വട്ടമിട്ടാട് നാഗേ ആടിൻ്റെ നാഗേ ആട് നാഗേ ആട് നാഗേ ആടാട് നാഗേ ആടി നീ വായു എൻ്റെ കളമതിങ്കൾ ആട് നാഗേ ആട് നാഗേ ആടാട് നാഗേ ആടി നീ വായു എൻ്റെ കളമതിങ്കൾ ആടി നീ വായു എൻ്റെ കളമതിങ്കൾ ആ, ആ, ആടി. മനോഹരം. ഇത് ശരിക്കും
ശരിക്കും പറഞ്ഞാല് ഈ സർപ്പക്കാവുകളിലാണല്ലോ ഈ ഗാനങ്ങൾ പാടുന്നത് അല്ലേ? അതെ, സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അനുഷ്ഠാനങ്ങളോട് കൂടി ചെയ്യുന്നതാണ് ഈ പുള്ളുവൻ പാട്ടല്ലേ? അതെ. നമുക്കെന്നറിയോ അത് ലയിച്ചു പോകുന്ന തരത്തിലുള്ള പാട്ടാണ്. പല നമ്മളിങ്ങനെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് വോയിസ് ഭയങ്കര രസമായിട്ടുണ്ട്. താങ്ക് യു. ഭയങ്കര ക്യൂട്ടായിട്ട്. അതെ അതെ. നാടെവിടെയാണ് ഏഞ്ചൽ? തൃശ്ശൂർ മുളങ്ങുന്നത്താവാണ് എൻ്റെ വീട്. അപ്പൊ കുടുംബപരമായിട്ട് പഠിച്ചതാണോ അതോ? അല്ലല്ല, ഞാൻ ക്രിസ്ത്യനാണ്. പിന്നെ മമ്മി പപ്പയും പാടും. നാടൻ പാട്ടാണ് അവർ പാടാറ്. ഞാൻ പുള്ളവൻ പാട്ട് ഇങ്ങനെ എടുത്ത് പാടുന്നതുള്ളൂ. ഇതിലേക്കുള്ള ഒരു ക്രേസ് വരാനുള്ള കാരണം പുള്ളവൻ പാട്ടിലേക്ക് വരാൻ? ഞാനിതൊരു കേരളോത്സവം എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചത്. അപ്പൊ എന്റെ ഐറ്റം നാടൻ പാട്ടായിരുന്നു. ഈ പാട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടി. അല്ല ശരിക്കും അപ്പൊ ഇത് ആരുടെ കീഴിലാണ് അഭ്യസിച്ചത്? എന്തായാലും ഇത് പഠിക്കാതെ പറ്റൂല അല്ലേ? പ്രണവ് പ്രഭാകർ എന്നാണ് പേര്, ആളുടെ പേര്. അദ്ദേഹം ഇതുപോലെ ഈ പാട്ട് പാടുന്ന ആളാണോ അല്ലെങ്കിൽ? ആള് നാടൻ പാട്ട് പഠിപ്പിക്കാറൊക്കെ ഉണ്ട്, കോളേജസിൽ പഠിപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഏഞ്ചലെ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോയാലോ? കാര്യം ഇത് കഴിഞ്ഞ് ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ട്. ഇപ്പോൾ റൈറ്റ്സിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് അതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ അടുത്തൊരു പുള്ളുവൻ പാട്ട് കേൾക്കാം. ഓക്കെ. കാശീബൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം. കാശീബൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം. പിന്നെ വീണാതയോ രണ്ടു ധനികന്മാർ പൊട്ടി പോകാതെ വണ്ണം ധരിച്ചു കൊള്ളുക കദ്രുവി. പിന്നെ വീണാതയോ രണ്ടു ധനികന്മാർ പൊട്ടി പോകാതെ വണ്ണം ധരിച്ചു കൊള്ളുക കദ്രുവി. കാശീബൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം. ലോകം നിറഞ്ഞുള്ളൊരു കരിനാഗമേ നിങ്ങൾ സത്യത്തോടെ വന്ന് നിലയിളകണേ. ലോകം നിറഞ്ഞുള്ളൊരു കരിനാഗമേ നിങ്ങൾ സത്യത്തോടെ വന്ന് നിലയിളകണേ. സത്യവും നേരുമുള്ള അഞ്ചുതല രാജാവേ മക്കളെ രക്ഷിപ്പാനോ നിലയിളകണേ. മക്കളെ രക്ഷിപ്പാനോ നിലയിളകണേ. ഒളിക്കണ്ട മടിക്കണ്ട കരിനാഗമേ നിങ്ങൾ ഒളിക്കാതെ മടിക്കാതെ നിലയിളകണേ. സത്യവും നേരുമുള്ള അഞ്ജനമണിനാഗങ്ങളെ മക്കളെ രക്ഷിപ്പാനോ നിലയിളകണേ. മക്കളെ രക്ഷിപ്പാനോ നിലയിളകണേ. കാശീബൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം. കാശീബൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം. വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം. സൂപ്പർ. ഏഞ്ചലെ ഒരു കാര്യം എടുത്തു പറയാം. നമ്മൾ ഒരു പാട്ട് പാടി അത് കേൾക്കുമ്പോൾ സിനിമയിലാണെങ്കിൽ പോലും പാട്ട് പാടി ഒരുപാട് പ്രോസസ്സുണ്ട്. അത് കമ്പോസ് ചെയ്ത് അത് മിക്സ് ചെയ്ത് ഔട്ട് ഇറങ്ങി കേൾക്കുന്ന ഒരു ഫീലുണ്ട്. അവിടെയാണ് ഒരു പാട്ടിൻ്റെ ഏറ്റവും വലിയ ഫീൽ എന്ന് പറയുന്നത്. ഏഞ്ചലിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഔട്ട് ഇറങ്ങുന്ന അതേ ഫീലാണ് ഏഞ്ചൽ ഇവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അത് വോയിസ് ആണ് കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ വോയിസ് ആണ്. പുള്ളുവൻ പാട്ടെന്ന് പറയുന്ന ഒരു പാട്ട് എടുത്ത് അതിനെ ഇഷ്ടപ്പെട്ട് അത് ഇഷ്ടപ്പെട്ട വേദികളിൽ അവതരിപ്പിച്ച് അത് സമ്മാനത്തിന് വേണ്ടിയിട്ടില്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്.
ആഗ്രഹമാണ് ഐറ്റം വേറയിൽ ഈ പറയുന്ന ഏഞ്ചലിനെ കൊണ്ട് എത്തിക്കാനുള്ളത്. ഏഞ്ചലിൻ്റെ മനോഹരമായ ശബ്ദവും മനോഹരമായ ആഗ്രഹവുമാണ്. അത് ഗംഭീരമായിട്ട് ഏഞ്ചൽ ചെയ്തതിന് പ്രത്യേകമായി കൈയ്യടി തരിക അല്ലേ? പുള്ളോമ്പാട്ടിന് ട്യൂൺഡാണ് ഏഞ്ചലിന്റെ വോയിസ്. അതെ, ശരിക്കും അങ്ങനെ തോന്നുന്നു. ഞങ്ങൾക്ക് തോന്നിയത് ഒരു ഏഞ്ചൽ വന്ന് പാട്ട് പാടി വിട്ടുന്നത് അല്ല, സത്യമായിട്ടും അത് ഏഞ്ചലിന്റെ ശബ്ദവും അതുപോലെ തന്നെ കോസ്റ്റ്യൂമും അത്രക്ക് മനോഹരമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ആ പറയുന്നത്. ഏഞ്ചലെ ഒരുപാട് പാട്ടുകൾ ഏഞ്ചൽ പാടാറുണ്ടല്ലോ, സിനിമാ പാട്ടുകളൊക്കെ പാടാറുണ്ടല്ലോ അല്ലേ? ഞാൻ കൊണ്ടിട്ടൊരു സിനിമാ പാട്ട് ഒന്ന് പാടിയല്ലോ നമുക്ക്. ഓക്കെ. அப்பா நம்மாடே கும்பளத்தை അമ്മേ நம்மாடே ചിരകத்தை കുമ്പളം പൂത്തതും കായ പറിച്ചതും കരിക്കരിഞ്ഞതും നെയ്യിൽ പൊരിച്ചതും നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞോളെ നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ അപ്പാ നമ്മാടെ കുമ്പളത്തെ അമ്മേ നമ്മാടെ ചിരകത്തെ അപ്പനാണേ ദൈവത്തിനാണേ ഞാനാ കൂറുക്കനല്ല വലിടിച്ചേ അപ്പനാണേ ദൈവത്തിനാണേ ഞാനാ കൂറുക്കനല്ല വലിടിച്ചേ കന്നിമാസത്തിലെ ആയില്യം നാളിലെ പുത്തരി ചോറ് പോടി മണലേ ചാവേറും പോകുമ്പോളി വിളിയും ചെലോത്ത പാട്ട് കാളമേഴുത്ത് അപ്പാ നമ്മാടെ കുമ്പളത്തെ അമ്മേ നമ്മാടെ ചിരകത്തെ ഈ കോസ്റ്റ്യൂമും ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് ഒക്കെ കൂടി ഭയങ്കര അല്ലേ? അതെ, അതെ. അല്ലെങ്കിൽ സ്വർണം പോലെ നിൽക്കുകയാണ്, സ്വർണം പോലെ. ഏഞ്ചലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. Thank you. എനിക്ക് തോന്നുന്നു ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ വിളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അത്രമാത്രം വിളിക്കും, ഉറപ്പാണ് വിളിക്കും. നല്ല രസമുള്ള ടോണാണ്. ഇത്തരത്തിലുള്ള ടോണുകൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അത് ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വരിക, ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. കാര്യം ഫാമിലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ, നാടൻ പാട്ടും ഏഞ്ചലിൻ്റെ പാട്ടുകളൊക്കെ ആകുമ്പോൾ ഒരു ഗംഭീരമായ എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവരും വരിക. അവരൊക്കെ എല്ലാ ഓർക്കസ്ട്രയിലും പാടൂലേ? അപ്പൊ നമുക്ക് ഓർക്കസ്ട്രയോട് കൂടി തന്നെ നടത്താം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പ്രസാദാ, നമുക്ക് അടുത്ത ടീമെ ഇറക്കണം നമ്മള്. സമയം കളയണ്ട. കാര്യം ഇപ്പൊ ഓരോരുത്തർ വന്ന് പെർഫോം ചെയ്ത് നാട്ടിലെ കോമഡി എന്നല്ല, ഒരു വേറെ സ്കിറ്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞു. നാട്ടിലെ കോമഡിക്കാർ എന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷെ ഇപ്പൊ അവര് മെയിൻ സ്കിറ്റ് സ്ഥിരമായി. അങ്ങനെ ഒരു 3 പേരെ നമുക്ക് വിളിക്കാം. വിളിച്ചോളൂ. ജോൺസൺ ചേട്ടൻ, സിബി ആൻഡ് സോണി.
ഈ വാർത്ത കൊള്ളാമല്ലോ. ATM-ൽ പണമെടുക്കാൻ ചെന്ന യുവാവിന് ഷോക്കേറ്റ്. അത് പിന്നെ അത് കറണ്ട് അക്കൗണ്ടാന്നേ, അതുകൊണ്ടല്ലേ അത് ഷോക്കേറ്റത്. നമുക്ക് സംശയിക്കാനൊന്നുമില്ല, കറണ്ട് അക്കൗണ്ട് ആണെ അത് ഷോക്ക് അടിക്കും. എന്റെ ഒരു പണിക്കാരനുണ്ട്, 10 മണി കഴിഞ്ഞു ഇതുവരെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അവനെ അങ്ങോട്ട് വരുമ്പോഴേ മുതലാളിയേന്നൊരു നീട്ടിയൊരു വിളിയുണ്ട്. അത് എന്തിനാണെന്ന് പോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വരുന്നുണ്ട്. തുമ എന്നെ തല്ലിയ തുമടലിന അടിമൊത്തം കൊണ്ടതെന്റെ നടുവിന. തുമ എന്നെ തല്ലിയ തുമടലിന അടിമൊത്തം കൊണ്ടതെന്റെ നടുവിന. നീ നല്ലതായിട്ട് പാടുവല്ലോ. അത് മുതലാളിക്ക് അറിയത്തില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ പാട്ട് മത്സരത്തിനൊക്കെ എനിക്ക് ട്രോഫി കിട്ടിയിട്ടുണ്ട്. ആണോ? ഞാൻ സ്കൂളിൽ ഒരു പാട്ട് പാടി, എനിക്ക് കിട്ടിയത് TC കിട്ടുന്ന പാട്ട്. ഏത് പാട്ടാ പാടിയേ? ഞാന് എന്റെ കൂടെ പഠിച്ച ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഞാനൊന്ന് പാടി. ഒരു നിമിഷം തരൂ നിന്നിലലിയാ. എന്നിട്ട് മുതലാളി അലിഞ്ഞോ? ഇല്ല, അവിടെ വീട്ടുകാര് എന്നെ പൊതിഞ്ഞു, എന്നിട്ട് ഞാൻ വലിഞ്ഞു. നീ എന്താ താമസിച്ചതോ? എന്റെ പൊന്നു മുതലാളി ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഞാൻ ഇറങ്ങി. പതിവില്ലാതെ കുളിയും കഴിഞ്ഞ് ഇറങ്ങിയോണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. അന്നേരം ഒരു ഫോൺ വന്നേക്കുവാ, ഭാര്യ പ്രസവിച്ച് നേരെ ആശുപത്രിയിലോട്ട് ചെല്ലാൻ. ഇത് കേട്ട പാടുള്ള തുണിയും ഭാര്യ ചുറ്റിക്കൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് അങ്ങ് ചെന്ന്. എനിക്കൊരു സംശയം, നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഞാനും ഓർത്ത് ദൈവം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഈ സ്പീഡിൽ ഇങ്ങോട്ട് വന്ന അതാ ഇത്രയും താമസിച്ചു പോയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വൈകിട്ട് ഇച്ചിരി പച്ചക്കപ്പ തിന്നു, അന്ന് മുതൽ വയറിന് പ്രശ്നം. പച്ചക്കപ്പ തിന്നാ പിന്നെ വയറിന് പ്രശ്നം ഉണ്ടാകാതിരിക്കോ? അല്ല ചേച്ചിമാരെ, നമ്മള് കപ്പയൊക്കെ വേവിച്ച് ഇറച്ചിയുടെ മീനും ചാറൊക്കെ കൂട്ടിയല്ല തിന്നുന്നത്. പച്ചക്കപ്പ ഇന്ന് അങ്ങനെ ഇരിക്കും. ഇനി മുതലുണ്ടല്ലോ അല്ല ചപ്പാത്തി മേടിച്ച് ഉണ്ടാക്കി തിന്നി. അയ്യോ, ഞാൻ 4 ദിവസമായിട്ട് ചപ്പാത്തി തന്നെയാ തിന്നുന്നേ. ഇപ്പൊ എന്റെ 3 കിലോ കുറഞ്ഞു. ശരീരത്തിന്റെ ഭാരോ? ഗോതമ്പ് പൊടി. അയ്യോ, ഇത് ഞാൻ ആരോട് പറയാനാ? മുതലാളിക്ക് വന്ന ഒരു കാര്യം പറയാം. റോസ നല്ലപോലെ വളഞ്ഞിട്ടുണ്ട്, ഞാൻ കെട്ടിക്കോട്ടെ? അയ്യോ വേണ്ട, അയ്യോ വേണ്ട. എടാ, ഇവിടെ പണിക്ക് വരുന്ന റോസയ്ക്ക് നിന്നെ കഴിഞ്ഞും 10 വയസ്സ് കൂടുതലാ, നീ കെട്ടണ്ട. ആ റോസ ചേച്ചിയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞേ? എന്നതാ പറഞ്ഞേ? നമ്മള് കഴിഞ്ഞ മുമ്പത്തെ മാസത്തിൽ ബഡി ചെയ്ത് വെച്ച റോസച്ചെടിയില്ലേ, അത് വളഞ്ഞു നിൽക്കുവാ. അതുപോലെ കമ്പും വെച്ച് ഞാൻ കെട്ടിക്കോട്ടെ എന്നാ ചോദിച്ചത്. നീ കെട്ടിവെച്ചു വാ. അവിടെ നിന്നേ. എന്നാ മുതലാളി നീ വന്നേ. എടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്കറിയാം, പണിന്ന് പറഞ്ഞുകൊള്ളാൻ വേണ്ടിയല്ലേ? അല്ല, നിന്നെ ഞാൻ പറഞ്ഞു വിടത്തില്ല. നാളെ എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. കൺഗ്രാറ്റുലേഷൻസ്. ചെലവുണ്ട്. എടാ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ മുതലാളി ആ ഗിഫ്റ്റ്? മാല. മാല? വെറുതെ അല്ല നിങ്ങൾ ഭൂലോക മണ്ടൻ നാട്ടുകാർ മൊത്തം വിളിക്കുന്നത്. സ്വർണത്തിന് ഇതുപോലെ വില കൂടി നിൽക്കുമ്പോ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് മാല മേടിച്ചു കൊടുക്കുവോ? ഇനി എന്നതാണ് മേടിക്കേണ്ടത്? ചേച്ചിക്ക് വല്ല സ്കൂട്ടറൊക്കെ മേടിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? പിന്നെ സ്കൂട്ടർ എവിടെയാ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നേ? ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആണോ? മണ്ടത്തപ്പോലെ മണ്ടത്തോരൊന്നും വിളിച്ചു പറയും. അവിടെ ഒന്ന് നോക്കാതെ ഇങ്ങോട്ട് കയറി നോക്കിക്കോ സാറേ. ഇഷ്ടം പോലെ ചെടികളുണ്ട് സാർ, അതെല്ലാം ഒന്ന് നോക്കിക്കേ. നോക്കാം. സാറേ, ഫ്രീ ഡെലിവറി ആണ് ഈ കുഞ്ഞാപ്പി ഗാർഡൻ നഴ്സറിയുടെ പ്രത്യേകത. സാർ നോക്കിയാൽ മതി. ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? നേരത്തെ പറയണോ? സാർ ഇപ്പൊ അല്ലേ കെട്ടിയെടുത്തുള്ളൂ ഇങ്ങോട്ട്? എടാ, എന്റെ ഭാര്യയില്ലേ 6 പ്രസവിച്ചു. 6 ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ നടത്തിയതേ. ഭയങ്കരമായിട്ട് പൈസ ചെലവായി. പിന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വാ. അല്ല, പിള്ളേരെ കൊണ്ടേ ചെടിയെ കൊണ്ടല്ലോ നമുക്ക് നോക്കിക്കൊണ്ട് പോകാമല്ലോ. സാറേ, ഇവൻ പറഞ്ഞ എന്നാന്നറിയോ? ഇവിടെ ഈ ചെടികൾ ഏതെടുത്താലും ഫ്രീ ഹോം ഡെലിവറി ആന്നാ പറഞ്ഞേ. അയ്യോ, ഡെലിവറി എന്ന് കേട്ടപ്പോ ഞാനങ്ങ് മറ്റേ ചിന്തിച്ചു പോയി. സാറ് നോക്കിക്കോണ്ട്, അവിടേക്ക് ഇഷ്ടം പോലെ ചെടികളുണ്ട്. സാറിന് എന്നാ വെച്ചെന്നാ പറഞ്ഞാൽ മതി. മുള്ളില്ലെങ്കിൽ തന്നേരെ. ഈ ചെടി നല്ല ലോകത്ത് ഒരു ചെടിയും മുള്ളത്തില്ല. എടാ, മുള്ളത്തില്ലെങ്കിൽ തരാനല്ല പറഞ്ഞേ, മുള്ളില്ലാത്ത ചെടി തരാനാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സാർ നോക്ക്, ഇഷ്ടം പോലെ തൈ കഴിക്കുക. സാർ നോക്കിക്കോ, എല്ലാം ഫ്രീ ഡെലിവറി ആണ്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവേ? ഞങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ട്? സാർ ആ ചെടി നോക്കിയോ സാറേ? അത് എന്നതാ? അത് ലക്ഷ്മി തരൂ. 2 പേര് നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനി ലക്ഷ്മി പറഞ്ഞോടോ ഇത് തരാനായിട്ട്? അയ്യോ, ലക്ഷ്മി വന്നിട്ട് തരൂ നല്ല പറഞ്ഞു. ആ ചെടിയുടെ പേരാ ലക്ഷ്മി തരൂ. അങ്ങനെയായിരുന്നോ? അറിയാൻ വേണ്ട. ഈ നേഴ്സറിയിലൊക്കെ ഉണ്ടല്ലോ ഓരോരോ സാധനങ്ങൾക്ക് ഓരോരോ പേരുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ലല്ലോ, ഇവൻ അറിയാം. നിനക്ക് എന്നതാ അറിയാവുന്നേ? മണ്ടത്തരം. അതെ, നമ്മുടെ ഈ നേഴ്സറിയിൽ സാറ് വികസിപ്പിച്ചെടുത്തൊരു പ്ലാവുണ്ട്. അത് ഞങ്ങൾ ചക്ക പറിച്ചിപ്പം തിന്നിട്ടിരിക്കുക. വേണം സാർ ഈ ചക്ക എടുത്ത് കഴിച്ചു നോക്കി. എടുത്തു നോക്കി. ഫ്രീ ഡെലിവറിയാണ്. അത് ബുദ്ധിമുട്ടാവുകയെ. എങ്ങനെയുണ്ട് സാറേ? നല്ല ടേസ്റ്റ് കേട്ടോ. എന്നാ പേര്? സോമൻ.
ഈ സോമന്റെ 2 കുരു എനിക്ക് തരണം കേട്ടോ. വിത്ത് മുളപ്പിക്കാം. അയ്യോ തോമൻ എന്ന് പറഞ്ഞ എന്റെ പേരാ. ഞാൻ ഈ ചക്കയുടെ പേരല്ലേ ചോദിച്ചത്. അതൊക്കെ ഇനി വിട് സാർ. ഇനി ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സാധനം മേടിച്ചോണ്ട് പോക്ക് നടക്കത്തില്ല. ആണ്ട് അത് വേണം എടുത്തു. അത് അവക്കാടോ. എടാ അവക്കാണെങ്കിൽ അത് മാറ്റി വെക്കണോ. വരുന്നവരോടല്ല ഇത് കാണിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അയ്യോ സാറേ ഞാൻ ആ ചെടിയുടെ പേരെ പറഞ്ഞ പഴം ഉണ്ടാകുന്ന അവക്കാടോ എന്ന് പറഞ്ഞ പഴം ഉണ്ടായി ചെടിയത്. സാറേ ഇതെന്നാ ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അന്നേരം ഞാൻ ഈ മുടി അങ്ങ് വലിച്ചു പറിക്കും. അയ്യോ മുടി വലിച്ചു പറിച്ചാ ഇങ്ങനെ ഇരിക്കും. അപ്പൊ തനിക്ക് എന്നെക്കാളും ദേഷ്യം ഉണ്ടോ? എനിക്കൊരു ദേഷ്യവുമില്ല. എന്റെ പെണ്ണും പിള്ള ദേഷ്യം വരുമ്പോ വലിച്ചു പറിക്കുന്നതല്ലേ? എല്ലാം കയറി നോക്കിയാ സാറേ, ഫ്രീ ഡെലിവറിയാ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുകയുള്ളേ. ഇല്ലെന്ന് റാണിയോട് ഒരു കാര്യം പറയാനുണ്ട്. സാർ നോക്കിക്കോ സാറേ. അതെ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇച്ചിരി നേരത്തെ പോകും. എന്നാ? എന്റെ അച്ഛന്റെ കയ്യും കാലും ഒടിഞ്ഞു ആശുപത്രി കിടക്കുക പ്ലാസ്റ്റർ ഇട്ടിട്ട്. അതെങ്ങനെ സംഭവിച്ചു? അത് സംഭവം എന്ന് പറഞ്ഞാൽ അറിയാവില്ല, എന്റെ അപ്പം മേസ്ത്രി ആണല്ലോ. ഈ 2 നിലയുടെ മുകളിൽ എന്റെ അച്ഛൻ കയറി ഇങ്ങനെ തേച്ചോണ്ടിരിക്കുക. അപ്പൊ അച്ഛന്റെ ഈ ബാലികാലി സുഹൃത്തയില പോവാ. ഇത് കണ്ടോണ്ടോ അച്ഛൻ ഇങ്ങനെ കൈ കൊട്ടിയിട്ട് പുഷ്കരോ പുഷ്കരോ എന്ന് 2-3 വിളി. ഇത് കേട്ടോ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദി പണിക്കാരില്ലേ, അച്ഛന്റെ കഴുത്തെ പിടിച്ച് 2-ാം നേരം ഒറ്റ തള്ളിച്ച. മെഡിക്കൽ കോളേജ് കിടക്കുക. കാലെ പ്ലാസ്റ്റിക് ഉണ്ട്. എനിക്ക് പോണം. ഇപ്പൊ പോണല്ലേ? ഒരു കാര്യം ചെയ്യ്, സാറിന്റെ ബില്ല് കൂട്ടി കൊടുക്കാം. എന്നാ ബില്ല് കൂട്ടിക്കിടക്കും. സാറേ സാറിന്റെ പേര് പറഞ്ഞേ. സത്യവിശ്വനാഥ രാമമൂർത്തി. സ്പെല്ലിങ് പറഞ്ഞാ മതി. സ്പെല്ലിങ് അറിയാൻ മേലല്ലേ? ദാസൻ അങ്ങ് എഴുതിയാ മതി. ദാസൻ എഴുതിയാ മതി. ബാക്കി അഡ്രസ് ജ്ഞാനം നഗർ. ജ്ഞാനം നഗർ എഴുതുന്ന ആൾക്കാർ ഉണ്ടല്ലോ. കർണാടക. അയ്യോ കർണാടകക്കാരനല്ലേ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന മലയാളി തന്നെ ആടോ. കർണാടകത്തിലല്ല, എവിടെയാണെങ്കിലും ഇത് ഫ്രീ സർവീസാ സാറേ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുവേ? ഒരിക്കലും ബുദ്ധിമുട്ടല്ല. എന്റെ പൊന്നും മുതലാളി ഈ സാറിനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. പറഞ്ഞു വിടാം. അത് കൂട്ടി വെക്ക്. കൂട്ടി വെക്കാം. നീ അതിന്റെ റേറ്റും അതിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേ. 300 രൂപയുടെ ഏതോ ഒരു ചെടി അത്ര എടുത്തിട്ടുള്ളൂ സാറേ. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഈ ഒരു ചെടിയാണോ എടുത്തേ? എനിക്ക് ആ ഒരെണ്ണം മതിയടോ. പൊന്നെ സാറേ, ഇതിപ്പോ നമുക്ക് ഫ്രീ ഡെലിവറി ചെയ്യാൻ പാടാം. ഒരെണ്ണം നമ്മൾ ചെയ്യത്തില്ല. അതെ ഞാൻ വന്നപ്പോ തൊട്ട് നിങ്ങൾ പറയുന്നല്ലോ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി. അപ്പോഴും ഞാൻ പറഞ്ഞില്ലായിരുന്നോ? സാർ പറഞ്ഞായിരുന്നു. നീയും പറഞ്ഞായിരുന്നു. ഞാനും പറഞ്ഞായിരുന്നു. ഇത് നടക്കുകയായിരുന്നു. നീ ഒരു പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് അതും കൊടുത്തേ. ആ പ്ലാസ്റ്റിക് കൂടി ഇട്ട് വരാം കേട്ടോ. അതൊന്നും പറഞ്ഞാൽ നടക്കുകയല്ല. ഞാൻ കർണാടകത്തിൽ ചെല്ലുമ്പോ ഈ സാധനം എനിക്ക് അവിടെ കിട്ടിയിരിക്കണം. സാറേ ഇത് നമ്മളെ കുഴപ്പിക്കരുത് കേട്ടോ. സാർ അത് പറ്റുമോ? ഈ ഒരെണ്ണമായിട്ട് എങ്ങനെ ഫ്രീ ഡെലിവറി ചെയ്യും? അതൊന്നും എനിക്കറിയത്തില്ല. അത് വലിയൊരു കുഴപ്പമായി തീരുവ. എടാ അത് നമുക്കിപ്പോ അത് എന്നെ ചെയ്യാൻ പറ്റുന്നേ? അപ്പൊ നമുക്ക് ആലോചിച്ചാലേ ഒരു സ്വിച്ചിട്ട പാവയോ ആലോചിച്ചാലും നമുക്ക് ആലോചിക്കട്ടെ. സാർ ഇനി വേണം നോക്കിക്കോ. അതെ ഒരെണ്ണമായിട്ടല്ലേ ഡെലിവറി ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. 2 എണ്ണമാണെങ്കിൽ നോക്കാവോ? അവള് പെട്ടുപോയില്ലേ? 2 എണ്ണം ആണെങ്കിൽ നമുക്ക് നോക്കാം. നോക്കാം അല്ലേ സാറേ? ഒരെണ്ണമായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെന്നാ മുതലാളി പറഞ്ഞു. 2 എണ്ണമാണെങ്കിൽ ഡെലിവറി ചെയ്യും. ഞാൻ ഈ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇത് മതി. ഒരെണ്ണല്ലേ സാർ എടുത്തിട്ടുള്ളൂ. ഒന്ന് ഞാനും കൂടെ സാറിനും കൂടെ വരാം. കർണാടകയ്ക്ക് വരാം. നീ അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വെറുതെ ഇരുന്ന നാക്കലോട്ട് ചുണ്ണാമ്പ് തേച്ച് പൊള്ളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞു പോയല്ലോ. ഞാൻ സാറിനും കൂടെ കർണാടകയ്ക്ക് അങ്ങോട്ട് വരാം. എന്നതിന് എനിക്ക് അവിടെ വന്ന് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ടൊന്ന് മനസ്സമാനത്ത് തൊഴുത് പ്രാർത്ഥിക്കണം. എന്തിനാടാ? നിങ്ങൾക്ക് ഇനിയെങ്കിലും നല്ല ബുദ്ധി കൊടുക്കണേ എന്ന്. ജോൺസൺ, സോണി, സിബി നന്നായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു നല്ല ഗൈഡ് തരികയാണ്. കാരണം നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സാധനം ചെയ്ത് തീർത്തതിന് ഒരു നല്ല ഗൈഡ് തരികയാണ്. ഇനിയിപ്പോൾ നമുക്ക് അഭിപ്രായത്തിലേക്ക് പോകാൻ ബിജുക്കുട്ടാ. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഈ പറഞ്ഞ കൂട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അവസാനം, ആദ്യം തുടക്കം അവസാനം എന്നുണ്ടല്ലോ, അത് ഭംഗിയായിട്ട് തീർത്തിട്ടാ നിങ്ങൾ. കാരണം തുടക്കം മുതൽ അവസാനം വരെയും നല്ല രസമുണ്ടായിട്ട് അവതരണത്തിലൊന്നും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് സോണിയുടെ നല്ല ടൈമിംഗ് ആയിരുന്നു കേട്ടോ. സോണി നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നും മറക്കാതെയും രണ്ടുപേരും നടുക്ക് നിന്നിട്ട് നല്ല സെൻട്രലൈസ് ചെയ്ത് കളിച്ച് നല്ല ഇതായിരുന്നു, ത്രോ ഉണ്ടായിരുന്നു ശബ്ദത്തിനൊക്കെ. അതുപോലെ നല്ല ലെജിബിളും ആയിരുന്നു, ഒരു കാര്യങ്ങളും മറക്കാതെ. അപ്പം രണ്ടുപേരും നന്നായിട്ട് സപ്പോർട്ടും ചെയ്ത്. സിബി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഗെറ്റപ്പിന് ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നല്ലേ അല്ലേ? അതാണ്. സിബി വന്നിട്ടാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ കൂട്ട് ഈ ഫ്രീ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല. കാരണം അത് ഒന്നില്ലെങ്കിൽ കേരളം, ചിലപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുക്കാനൊക്കെ അത്രയല്ലേ ഉള്ളൂ. പക്ഷെ കർണാടക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കർണാടക തൊട്ട് അടുത്ത ബോർഡർ ആണെങ്കിൽ ചിലപ്പോൾ അകലെയാണ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനകത്ത് പെട്ടും. ഈ ക്ലൈമാക്സ് പറഞ്ഞ പോലെ തന്നെ വെറുതെ ചുണ്ണാമ്പ് നാക്കി തൊടുന്ന പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ക്ലൈമാക്സിൽ കൊണ്ടുവന്നെത്തിച്ച് നല്ല ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത്
ഇതിനകത്ത് വേണ്ടുന്ന തമാശകൾ മാത്രമേ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ നിങ്ങൾ. കാരണം ഈ ഒരു ചെടി നഴ്സറിയുടെ ആ ചെടികളെ വെച്ചിട്ടുള്ള കുറേ കോമഡികൾ ഉണ്ടായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ അത്യാവശ്യം നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്രയുള്ള ഒരു തമാശകൾ ഇത്തിരി കുറവുണ്ടായിരുന്നതാണ്. ഈ ചെടികളെ വെച്ച് തമാശ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു കുറവായിരിക്കും ചിലപ്പോൾ വന്നാക്കണം അല്ലേ. പക്ഷെ ചെയ്ത കോമഡികൾ, ഈ ചെടീനെ വെച്ചിട്ട് ചെയ്ത കോമഡികളൊക്കെ നല്ല ഉഗ്രം സാധനം വരുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആദ്യം വന്നത്തേക്കാളും ഈ വന്നത്തേക്കാളും അടിപൊളിയാക്കണം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. വളരെ ലളിതമായ ഒരു സ്കിറ്റ്, സാധാരണ ആരും എടുക്കാത്ത ഒരു സബ്ജക്റ്റ്. നിങ്ങളുടെ എല്ലാ ഡയലോഗുകളും നിങ്ങളുടെ ചെടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ ആവശ്യത്തിനുള്ള, അല്ലാതെ അതിൽ നിന്നുള്ള ഉപകഥകളോ അവരുടെ ഭാര്യയുടെ കഥയോ വീട്ടിലെ കഥയോ ആയിട്ട് അങ്ങനെ ഡൈവേർട്ട് ഒന്നും പോകാതെ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഫ്രെയിമിനകത്തുള്ള കൗണ്ടറുകൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ചെടികളുടെ ഓരോ പേരുകൾക്കും ഓരോ പാരഡി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ റോസ് വളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ അതല്ല, അവിടെ ഇരിക്കുന്ന റോസ് ചെടി വളഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതിനെ കെട്ടണമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാം നിങ്ങളുടെ ഏത് വാക്ക് പറഞ്ഞാലും ഏത് സെൻറ്റൻസ് പറഞ്ഞാലും എല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ അതുപോലെ സോണി ദേബിജുക്കുട്ടൻ പറഞ്ഞ പോലെ നല്ല ലൈഫായിരുന്നു കേട്ടോ. സോണിയുടെ പ്രസൻറ്റേഷൻ നല്ലൊരു കൈയടി എല്ലാവർക്കും കൂടി ചേർന്ന് കൊടുക്കണം. കാരണം വളരെ നല്ല പഴക്കം ചെന്ന ഒരു നടൻ, ഒരു ആക്ടർ പറയുന്ന പോലെ തന്നെ വളരെ സ്മൂത്ത്. എന്താ സോണിക്ക് ഒരു സന്തോഷമില്ലാത്ത പറഞ്ഞിട്ട് മുഖത്തൊരു വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന അത്രയും നല്ല രസമായിട്ട് സോണി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ള കൗണ്ടേഴ്സ് എല്ലാം കൊള്ളാം. അപ്പോൾ ഓൾ ടുഗദർ നോക്കിക്കഴിഞ്ഞാൽ തെറ്റില്ലാത്ത ഒരു സ്കിറ്റായിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. 3 പേര് നന്നായി പെർഫോം ചെയ്തു കേട്ടോ. 3 പേരും ഞാൻ എടുത്ത് കൈഡി തരുന്നത് സോണിക്ക് ഞാൻ തവണ ഉഗ്രം കൈഡി തരികയാണ്. കാര്യം സോണി ഇത് തുടക്കം മുതൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സാധനത്തിൽ സോണി അത് നന്നായിട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര ലൈഫായിട്ട് സോണി ചെയ്തു. ജോൺസന്റെ പോർഷൻ നന്നായിട്ട് ചെയ്തു, സിബി നന്നായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു റിഹേഴ്സലിൻ്റെ ഒരു ചെറിയ കുറവ് അവിടെ ഇവിടെയായിട്ട് ചില സാധനങ്ങൾക്ക് ഒരു കണക്ഷൻ വന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ പറയുന്നതിന് ചെറിയ ഡിലേ 1-2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതൊഴിച്ചാൽ നിങ്ങൾ 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. കാര്യം നിങ്ങളൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല നല്ല സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്നു. അപ്പം ഒന്നും നോക്കണ്ട, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പൊക്കോളുക. ജോൺസൺ എന്താണ് ഇങ്ങനെ ഒരു മൂഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത്? ഇപ്പൊ അവിടെ ഭയങ്കര ആരാധകരെന്ന് പറഞ്ഞു, എങ്ങ് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഫ്ലെക്സിന്റെ കളിയാന്ന് പറഞ്ഞു ജോൺസന്. പിന്നെ ജോൺസൺ അടുത്ത താരമല്ലേ. അതുപോലെ സിബി എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റൊക്കെ ചെയ്തിട്ട്? നാട്ടിലൊക്കെ എന്ത് പറയുന്നു എല്ലാവരും? ആദ്യമൊക്കെ ആരോടും പറയാതല്ലേ വന്ന് ചെയ്തത് അല്ലേ? എങ്ങനെ പറയുന്ന ആൾക്കാർ കണ്ടിട്ട് എന്ത് പറയുന്നത് കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? സോണി എങ്ങനെയുണ്ട്? എന്താണ് പറയുന്നത് അഭിപ്രായങ്ങളൊക്കെ? എല്ലാവർക്കും അപ്പോൾ ഞാൻ അഡ്വൈസ് എന്ന രീതിയിൽ പറയാണ്, നമുക്കിനി സ്കിറ്റ് നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾ റിഹേഴ്സൽ ചെയ്യുക. അതായത് പറഞ്ഞ് നോക്കി നിങ്ങൾ പറയുന്നതല്ല ഈ ടൈമിംഗ് കോമഡിയാണ്. ആ ടൈമിംഗ് കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിംഗ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തതിൽ ഇതിനേക്കാൾ മെച്ചപ്പെടുത്തുക. കാര്യം നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്, 3 പേർക്കും ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അടുത്തതിനെ പിടിക്കാം. ഓൾ ദ ബെസ്റ്റ് 3 പേർക്ക്. ഓക്കെ, മാർക്ക് കൊടുക്കാം. ബിജുക്കുട്ടാ, ഞാനൊരു 6000 രൂപ. 6000. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 6000 രൂപ തരികയാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നുമ്പോൾ 12000 രൂപയായി. അപ്പൊ ഞാൻ അവിടെ തരാം, അവിടെ നോക്കിക്കോളൂ. ശരി, അപ്പൊ ഇത് ഒരു വലിയ എമൗണ്ട് ഒന്നും അല്ല. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇതിന്റെ എണ്ണം കൂട്ടണം. ഓക്കെ, വലിയൊരു സംഖ്യ ആയിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം പോകണം കേട്ടോ. ഓക്കെ, 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. ജോൺസ് ചേട്ടാ, സിബി ആൻഡ് സോണി പൊളിക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ബിജുക്കുട്ടാ ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് തന്നെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണുന്നവരേക്കും സന്ധിക്കുവരേക്കും വണക്കം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. വേറെ